ബജറ്റ് വിശദമായി ഇത്രയും സമയമെടുത്ത് വായിച്ചതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഈ ബജറ്റ് ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ബജറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങളിൽ ഒന്ന് നമ്മുടെ ബജറ്റിംഗ് ബ്രീഫാണ്. അത് വന്നിട്ടുണ്ട്. ബജറ്റിംഗ് ബ്രീഫിനകത്ത് എല്ലാ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. പ്രസംഗം മാത്രമല്ല, പിന്നെ നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ സിറ്റിസൺസ് ഗൈഡ് ഉണ്ട്. ഇതിനകത്തും ഹൈലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അധികം വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യം ഇല്ല, ചോദിക്കുന്നതിനകത്ത് പറയാം. പക്ഷെ ബജറ്റിന്റെ ഇതുവരെ കേരളത്തിലെ ബജറ്റ് സൈസുകളിൽ ഏറ്റവും ബജറ്റ് വലിയ സൈസ് തന്നെയാണ് ഇപ്രാവശ്യം. അത് സ്വാഭാവികമായിട്ടും ഓരോ വർഷം കഴിയുമ്പോൾ കൂടി വരും. കഴിഞ്ഞ ബജറ്റ് സൈസ് ഞങ്ങൾ പറഞ്ഞിരുന്നത് 2 ട്രില്യൺ ആവും. അതിൻ്റെ അടുത്തേക്ക് എത്തി. ഫൈനൽ അക്കൗണ്ട് വരുന്നതേ ഉള്ളൂ. അന്നതൊരിക്കലും നടക്കില്ല എന്ന് അന്ന് സഭയിൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കാം. ഇപ്രാവശ്യം കുറച്ചുകൂടി ഏരിയയിൽ പുതിയ കാര്യങ്ങളിൽ എല്ലാം മുൻകൈ വെച്ച് മുൻകൈ എടുത്തുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഓഫീസർമാരെ ACS ഫൈനാൻസ് ശ്രീ ജ്യോതിലാൽ, പിന്നെ അജിത് പാട്ടീൽ നമ്മുടെ റിസോഴ്സിന്റെ സെക്രട്ടറി ശ്രീലക്ഷ്മി, സച്ചിൻ ഷഫീഖ്, അവരെല്ലാം ഞങ്ങളുടെ ഫിനാൻസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ബാക്കിയുള്ള ആളുകളുണ്ട്. അപ്പോൾ ബഡ്ജറ്റില് ഇപ്രാവശ്യത്തെ പൊതുവായ ഹൈലൈറ്റ് എല്ലാം അതിനകത്ത് നമ്മൾ പറഞ്ഞു. ബജറ്റിൻ ബ്രീഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതോടെ പിന്നെ നിങ്ങൾ നോക്കാൻ പോകുന്നതായിരിക്കും. റവന്യൂ റെസീറ്റ്സ് 1,82,972 കോടി രൂപ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്പ്ലിറ്റപ്പ് ഉണ്ട്. ക്യാപിറ്റൽ റെസീറ്റ്സ് ബേസിക്കലി ബോറോയിങ് ആണ്. എല്ലാം കൂടി വരുമ്പം 56,935 കോടി രൂപ വരും എന്നാണ് എക്സ്പെക്ടേഷൻ. പിന്നീട് ടോട്ടൽ റെസീറ്റ്സ് അങ്ങനെ വരുമ്പം 2,39,907 കോടി രൂപ വരും. കേരളത്തിലെ ഒരു ഹ്യൂജ് സൈസാണ്. 2 ലക്ഷം ആണ് കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്തെങ്കിൽ 2,39,000. എക്സ്പെൻഡിച്ചറിന്റെ സൈഡ് നോക്കുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അത് തന്നെയായിരിക്കും. കാരണം 2,39,907 കോടി രൂപ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നമ്മൾ 2 ട്രില്യൺ എന്ന ആശയം പറഞ്ഞതാണ്. ഇപ്രാവശ്യം അതിന് മേളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻകം, നമ്മുടെ ഓരോ മേഖലയിലും ഉള്ള വരുമാനവും അതിന്റെ ഭാഗമായിട്ട് വർദ്ധിച്ചു വന്നിട്ടുള്ളത് ഇതിനകത്ത് കാണാം ഉണ്ട്. ഈ എഫക്റ്റീവായിട്ടുള്ള മൂലധന ചെലവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 30,961. എഫക്റ്റീവായിട്ട് എന്ന് പറയുന്ന കാര്യം കിഫ്ബിയും മറ്റും ചെലവാക്കുന്നത് സാധാരണ നമ്മുടെ പ്ലാനിനകത്ത് വരുന്നതല്ല. സോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ പ്ലാനിന് ഇതുകൂടെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലൊരു വളരെ നല്ല തരത്തിലേക്കുള്ള ഇമ്പ്രൂവ്മെന്റ് വരും. മൂലധന ചെലവ് ഒരു സംസ്ഥാനത്തിന്റെ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മൂലധന ചെലവുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഇതിൽ നിന്നുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം, വിഴിഞ്ഞത്തിന് 5,000 കോടി 4,000 കോടി നമ്മൾ ഇതുവരെ ചെലവാക്കിയില്ലെങ്കിൽ പിന്നെ തുറമുഖം ഉണ്ടാവില്ല. അത്ര എംപ്ലോയ്മെന്റ് ഉണ്ട്. പക്ഷെ മൂലധന ചെലവ്, എഫക്റ്റീവായ മൂലധന ചെലവിന്റെ കാര്യത്തിനകത്ത് അങ്ങനെ കണക്കുണ്ട്. റവന്യൂ കമ്മി 34,587 കോടി രൂപയാണ്. ആഭ്യന്തര ഉത്പാദനത്തിന് 2.12% ആണ്. ധനക്കമ്മി 3.4% ആണ്. അതായത് 55,420 എന്ന് പറഞ്ഞാൽ ആഭ്യന്തര GSDP-യുടെ ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 3.5 വരെ ആവാം. ഇപ്രാവശ്യം 3.5 വരെ ആവാം. 3.4 ആണ്. അങ്ങനെ കണക്കുകളുടെ നോട്ടത്തിൽ റവന്യൂ വരുമാനത്തിന്റെ കാര്യത്തിലും തനത് വരുമാനത്തിന്റെ കാര്യത്തിലും ഒക്കെയുള്ള അവസരങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പശ്ചാത്തലം കൂടി ഞാൻ പറയാം. ഈ വർഷം ഫിനാൻസ് കമ്മീഷന്റെ അവാർഡ്, 16th ഫിനാൻസ് കമ്മീഷൻ അവാർഡ് ഇപ്പൊ വരും. ഓൾറെഡി അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അവർ പ്ലേസ് ചെയ്തില്ല, ഇത് ടേബിൾ വെച്ചില്ല പാർലമെന്റിന്റെ. ഇപ്പൊ വെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ എല്ലാ ഫിനാൻസ് കമ്മീഷന്റെ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഇമ്പ്രൂവ്മെന്റും ബെനിഫിറ്റും വരും. അപ്പോൾ ആ ഫിനാൻസ് കമ്മീഷന്റെയും കൂടി വരുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒന്നുകൂടെ മെച്ചപ്പെട്ട സ്ഥിതി വരും. അപ്പോൾ ഇതും എല്ലാ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊതുവിലെ സാമ്പത്തിക യാഡ്സ്റ്റിക്കിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ GSDP എന്നുള്ള ആകെ കടപരിധി ആയാലും നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയാലും റവന്യൂ ഡെഫിസിറ്റ് ആയാലും ഒക്കെ കൺട്രോളിൽ തന്നെയാണ് പോകുന്നത്. കുറച്ചുകൂടി നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് കൺട്രോളിൽ പോകുന്നു. അതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ന് ബഡ്ജറ്റിന്റെ ഭാഗമായി പറഞ്ഞ കാര്യമുണ്ട്. സാധാരണഗതിയിൽ 6 ലക്ഷം കോടിയിലേക്ക് ടോട്ടൽ ബോറോയിങ് എത്തേണ്ടതാണ്. കഴിഞ്ഞ 30 വർഷത്തെയോ 40 വർഷത്തെ കണക്ക് വെച്ച് നോക്കും. പക്ഷെ നമ്മുടെ ബോറോയിങ് 4,80,000 എത്തുന്നുണ്ട്. ചെറിയ ഷാർപ്പ് ഡിക്ലൈൻ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത് ആണ് പൊതുവായ പശ്ചാത്തലം. നമ്മുടെ തനത് വരുമാനം
നികുതിയേതര വരുമാനം ഇതാദ്യമായിട്ട് 1 ലക്ഷം കോടി കവർ ചെയ്യും ഈ വരുന്ന വർഷം. അപ്പൊ അതും അങ്ങനെയുള്ള ഓരോ യാർഡ്സ്റ്റിക്കിലും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ ധാരാളം മേഖലകളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ മേഖലയിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. അപ്പൊ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ കണ്ട് ധനകാര്യമന്ത്രിമാരെ വിളിച്ച് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നടത്തിയ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഈ പ്രതിരോധ ഉപകരണങ്ങൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വ്യവസായ സമുച്ചയത്തിന്റെ സാധ്യതയുണ്ട് നമുക്ക്. വിഴിഞ്ഞം കൂടി വന്നതോടുകൂടി ഈ നാവികസേനയുടെ ഉൾപ്പെടെ എയർഫോഴ്സിന്റെ ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നീട് റെയർ എർത്തിന്റെ കാര്യത്തിനകത്ത് ഇതിലും ചുരുക്കിയേ പറഞ്ഞുള്ളൂ. കേരളത്തിലെ റെയർ എർത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ റെയർ എർത്ത് ഇത്ര ഉള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. ലോകത്ത് ഈ മാഗ്നറ്റുകൾ ഉണ്ടാക്കുന്ന റെയർ എർത്ത് വളരെ കുറവാണ്. മാഗ്നറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ പോലും ചൈനയിൽ നിന്ന് മാഗ്നറ്റ് കിട്ടിയില്ലെങ്കിൽ ഇലക്ട്രോണിക്, പ്രധാനമായിട്ട് EV വ്യവസായം, മറ്റു വ്യവസായങ്ങൾക്കുള്ള സാധനങ്ങൾ അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് മാഗ്നറ്റ് അവിടെ നിന്ന് കിട്ടും. മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ റെയർ എർത്ത്. അപ്പൊ ആ മേഖലയിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് മാത്രമല്ല, കുറേയേറെ ആ അനുബന്ധമായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്ന, ഏറ്റവും നമ്മുടെ സാധാരണക്കാരായ ഗ്രാമീണ, ഇപ്പൊ പഴയ പരമ്പരാഗത വ്യവസായം പലതും ഇപ്പൊ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ എൻജോയ് ചെയ്യുന്ന ജോലികൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ പൊതു ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം എംപ്ലോയ്മെന്റ് ജനറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലാണ് എന്നോട് ചോദിച്ചാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്രാവശ്യം ഏതാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ റിസ്ക് എടുത്തിട്ട് 1000 കോടി രൂപയാണ് തൊഴിലുറപ്പിന് വേണ്ടി മാറ്റിവെച്ചത്. കാരണം ഇത് മൊത്തം സെന്റർ കൊടുക്കേണ്ടതാണ്, കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ലക്ഷക്കണക്കിന് തൊഴിലാളി വർക്ക് ചെയ്യുന്ന 8 കോടി 9 കോടി തൊഴിൽ ദിനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു മേഖലയിൽ ഒറ്റയടിക്ക് അവരില്ലാതെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ വല്ലാതെ ദാരിദ്ര്യം വരും. കേരളം പോലല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ പട്ടിണിയും മരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നല്ലേ ഞങ്ങൾ വലിയ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് 1000 കോടി രൂപയാണ് അധികമായിട്ട് തന്നെ വെച്ചത്. ഏറ്റവും വലിയ കാര്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വെച്ച 1000 രൂപ തന്നെയാണെന്ന് ഞാൻ പറയും. മറ്റെല്ലാ മേഖലയിലും പ്രധാനപ്പെട്ടതല്ല, പക്ഷെ അത് സാധാരണ ഒരു സ്റ്റേറ്റിൽ ചെയ്യാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സെന്ററിന്റെ ആ നയത്തിന് ശേഷം ഇത് കൂടാതെ നമ്മുടെ സാധാരണ ഇപ്പം ആശ, അംഗൻവാടി, പിന്നെ മറ്റ് പ്രീ പ്രൈമറി, സ്കൂൾ പാചക തൊഴിലാളി, സാക്ഷരതാ പ്രേരകർ, ഇങ്ങനെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടോ. അവർക്ക് നേരത്തെ നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ബഡ്ജറ്റിൽ ഒരു പരിഷ്കരണം കൊടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ നവംബർ മാസം മുതലാണ് വീണ്ടും ഒരു പരിഷ്കരണം കൊടുത്തത്. ഇപ്പോൾ ആ സെക്ഷനിലെല്ലാം വീണ്ടും ഒരു പരിഷ്കരണം കൂടി കൊടുത്തു. കാരണം പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടി പണം കൊടുക്കേണ്ടതാണ്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് 12 വർഷമായിട്ട് സ്കീം വർക്കേഴ്സിന് 1 രൂപ കൂട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ സെൻട്രൽ ഗവൺമെന്റുമായിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം ഈ സ്കീം വർക്കേഴ്സിന് 12 വർഷമായിട്ട് 1 രൂപ പോലും കൂട്ടണമെന്നാണ്. ഏതായാലും അത് വന്നിട്ടില്ല. നമ്മളെന്തായാലും അതിന് അത്രയും പണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതുപോലെ ഈ മേഖലയിലെല്ലാം പിന്നീട് ക്യാൻസർ പെൻഷൻ, അതുപോലെയുള്ള കാര്യങ്ങളില്ല. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു ലോങ് പെൻഡിങ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പത്രപ്രവർത്തകരെല്ലാവരും പറയുന്നതായിരുന്നു. ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, അതുപോലുള്ള കാര്യങ്ങളിലുള്ള ഇത് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിലൊക്കെ നമ്മൾ ഇത് പരിഗണിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞു, ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരാണ്. നമ്മുടെ ഇന്ന് നഗരങ്ങൾ വൃത്തിയായി കിടക്കുന്നു, ഗ്രാമങ്ങൾ വൃത്തിയായി കിടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിതകർമ്മസേനയാണ്. ഹരിതകർമ്മസേനയ്ക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നേരത്തെ മറ്റൊരു മേഖല നടത്തിയിട്ടുണ്ട്. ഡെത്ത്, അത്യാവശ്യം അതുപോലെ കാര്യങ്ങൾ, നാച്ചുറൽ ഡെത്ത്, ആക്സിഡന്റ് ഡെത്ത്, ഒരു കൈത്താങ്ങാവുന്ന ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അത് പറഞ്ഞിട്ടുണ്ട്. ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷ. അതെന്ന് വെച്ചാൽ ഏറ്റവും അസംഘടിതമായ, ഏറ്റവും കൂടുതൽ ആൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകൾ എന്നതിൽ പ്രത്യേക ചില പരിഗണന കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും കൊടുക്കേണ്ടതാണ്. കുടുംബശ്രീയിലേക്ക് വേറെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്വന്തമായിട്ട് വണ്ടി മേടിക്കുന്നു, സ്വന്തമായിട്ട് മിക്കവാറും ആളുകൾ സ്വന്തമായ വണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ കുറച്ചാളുകൾ പിന്നെ ജോലിക്ക് കൂടുന്നുണ്ട്. മഹാഭൂരിപക്ഷം സ്വന്തം വണ്ടിയാണ്. അപ്പോൾ അതിനിപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ വരുന്നത് വളരെ നല്ല കാര്യമാണ്. പെട്രോൾ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഈ ഓട്ടോ വരുമ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി അതിന് പോളിസി എന്ന നിലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ 40,000 രൂപ വരെ കൊടുക്കുന്നൊരു സ്കീം അനൗൺസ് ചെയ്തു. ധാരാളം ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. കുറച്ചുകൂടി പണം കൂടുതൽ വേണ്ടി വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കും.
ഇനി അത് കഴിഞ്ഞാലും അതിന് പണം ഓട്ടോറിക്ഷ മേടിക്കണമെങ്കിൽ ആ പണം കൊണ്ട് മാത്രം തികയില്ല. അപ്പോൾ ബോറോയിങ് വേണം, കടമെടുക്കേണ്ടി വരും ബാങ്കിൽ നിന്നല്ലോ. അതിന് നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്ത ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ 2% അതിന് ഒരു സബ്വെൻഷൻ കൊടുക്കുന്നു. 4-5 ലക്ഷം ആളുകളെ നേരിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർക്കും ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ഈ അന്നോടിയെ കിട്ടി എന്തെങ്കിലും അപകടം വന്നൊന്നുമില്ല, ഇങ്ങനെയുള്ളൊരു സെക്ഷനാണല്ലോ. അപ്പോൾ അതിനുള്ള കാര്യം നമ്മൾ ടാക്സി ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാക്സി ഓട്ടോറിക്ഷ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അവർക്കൊരു മാന്യമായി ഒന്ന് ഇരിക്കാനും അത്യാവശ്യം അവരുടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റും ഒന്നുള്ള സംവിധാനങ്ങൾ അവർ തകർത്തി വേണം. എല്ലാ സ്റ്റാൻഡിലും നല്ല വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നത് സോളാറിന്റെ പവറോട് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാവും. അപ്പോൾ അതൊരു കിയോസ്കുകൾ പോലെ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് മോഡേൺ എന്ന നിലയിൽ സ്റ്റാൻഡ് എന്ന നിലയിൽ ആലോചിച്ചു. ഇത് തന്നെയാണ് ഗിഗ് വർക്കേഴ്സിന്റെ കാര്യം. നിങ്ങളുമെല്ലാം നമ്മളൊക്കെ ഓർഡർ ചെയ്യും, ആളുകൾ വീട്ടിൽ കൊണ്ടുതരും, ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ടുതരും, മിനിറ്റുകൾക്ക് കൊണ്ടുതരും, തിരിച്ചു പോകും. പക്ഷെ ഇവർ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയി വെയിലുള്ളാതെ മരത്തിന്റെ കീഴിലും ഒക്കെ നിൽക്കുകയാണ്. അത് സ്വയം തൊഴിലെന്ന നിലയിൽ ഇപ്പം കുട്ടികൾ ചില ജോലിയുള്ളവരെ ഒക്കെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പം അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കണം. അവർക്കൊരു ക്ഷേമനിധി പോലുള്ള കാര്യങ്ങൾ വേണം, നിയമനിർമ്മാണം വേണം, അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊപ്പം അവർക്കും ഇതുപോലെ ഇരിക്കാൻ ഈ സ്ഥലത്ത് വന്ന ഒരു നഗരത്തിനകത്ത് ഒരു 10-20 സ്പോട്ടിലെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണ്ടേ? ഇങ്ങനെ വഴിയിൽ അനാഥരായിട്ട് ഏതെങ്കിലും മരത്തണലിൽ നിൽക്കുന്നതല്ലല്ലോ, അതൊരു ജീവിതമല്ലല്ലോ. അതിനുള്ള ഒരു പ്രത്യേക പരിപാടി നമ്മളതിനകത്ത് മനസ്സിലുണ്ട്. ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത മേഖലയായ കയറും കശുവണ്ടിയും കൈത്തറിയും ആ മേഖലയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ പുതിയ തരത്തിലുള്ള തൊഴിലുകൾ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ അതും പെൻഡിംഗ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ കഴിഞ്ഞിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ടാമതൊരു LDF സർക്കാർ തുടർച്ചയായി വരുന്നത്. ഏതൊരു സർക്കാർ തുടർച്ചയായിട്ട് വരുന്നത്. അന്ന് ശമ്പള പരിഷ്കരണവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം അനൗൺസ് ചെയ്തു. അന്നത്തെ UDFന്റെ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇത് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശമ്പള പരിഷ്കരണം, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാതെ ഞങ്ങൾ പൊളിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ രമേശ് ചെന്നിത്തലയുടെ പഴയ പത്രസമ്മേളനം കാണാം. അന്ന് UDFന്റെ യൂണിയന്റെ നേതാക്കന്മാർ, രാഷ്ട്രീയ ഞാൻ അധികം പറയുകയല്ല, അതിന് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കൊക്കെ നോട്ടീസ് ഉണ്ട്. ഇത് ഇത്രയും വലിയ ശമ്പള പരിഷ്കരണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങളെ തകർക്കാനാണ്. പക്ഷെ ജനം തീരുമാനിച്ചു, അല്ല ഇത് ചെയ്യാൻ പറ്റുന്നവരാണല്ലോ പറഞ്ഞേ, അതുകൊണ്ട് അവർ തന്നെ ചെയ്യട്ടെ. അങ്ങനെയാണ് വീണ്ടും LDF തന്നെയാണ് വന്നത്. അപ്പോൾ LDF വരുമ്പോൾ ആദ്യം തൊട്ടേ UDF പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഖജനാവ്, പ്രതിപക്ഷം പറയുന്നത് ഖജനാവ് പൂച്ചവെറ്റ് കിടക്കുകയാണ്, ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അത് അവർ പറഞ്ഞതിനകത്തൊരു വസ്തുതയുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായ അറ്റാക്ക് ഉണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ ഉൾപ്പെടെ. പക്ഷെ നമ്മൾ ഇത്രയും 57-58 മാസമായി, 60 മാസത്തിൽ ഇതെല്ലാം കൊടുത്തുപോയി. അപ്പൊ ഇപ്പോഴും അന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഈ ശമ്പള പരിഷ്കരണത്തിന്റെ അന്ന് പറഞ്ഞിരുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ മുഴുവൻ ബാധ്യതയും കൊടുത്തു തീർത്തത് ഈ 5 വർഷം കൊണ്ട് ഈ സർക്കാരാണ്. ഏത് സർക്കാരും അങ്ങനെ അതിന് മുമ്പാകുമ്പോഴും നമ്മുടെ ടൈമിംഗ് അനുസരിച്ചിട്ട് ഈ ലാസ്റ്റ് സമയത്തേക്ക് വരുമ്പോഴാണ് ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യം വരിക. അത് 2006 ഗവൺമെന്റ് ആയാലും 2011 എല്ലാ ഗവൺമെന്റുകൾക്കും ആ ബാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ശമ്പള പരിഷ്കരണം കൊടുക്കുന്നത്. നമ്മൾ 25,000 കോടി രൂപയിലധികം 30,000 കോടിയോളം വരുന്നുണ്ട് ഏകദേശം കണക്ക്. പെൻഷൻകാരുടെ കുടിശ്ശിക, ശമ്പളത്തിന്റെ കുടിശ്ശിക, DA കുടിശ്ശിക, പെൻഷൻ എല്ലാം നമ്മൾ കൊടുത്തു തീർത്തു. വാസ്തവത്തിൽ കൊടുത്തു തീർത്തത് ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് കൊടുത്തു തീർത്തത് അന്നത്തെ. അപ്പൊ അത് കൊടുക്കാതിരിക്കുകയല്ല ഒരു ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ആ ശമ്പള പരിഷ്കരണം 3 മാസത്തോടെ തന്നെ ഒരു കമ്മീഷൻ പൂർത്തീകരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് മാത്രം പറഞ്ഞാൽ ജീവനക്കാർക്ക് ഇതാവില്ല. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ മാസം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിന്റെ കൂടെ മാർച്ച് ആദ്യം കിട്ടുന്ന ശമ്പളത്തിന് ഒരു DA കൂടെ കിട്ടും. ഏപ്രിൽ മാസം ആദ്യത്തെ ശമ്പളത്തിന്റെ കൂടെ ബാക്കി കിട്ടാനുള്ള DA കൂടെ കിട്ടും. ഇത് പറയുമ്പം ഇവർ പറഞ്ഞിട്ട് പോവാ, ഇവരിത് ചെയ്യാനല്ല എന്ന പ്രതിപക്ഷ നേതാവോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഞാൻ കുറച്ച് കണ്ടു. പിന്നെ അങ്ങനൊന്നല്ല, ചെയ്തിട്ട് പോകാൻ വേണ്ടിയാകും. അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ ഇൻകം അതിന് നമ്മുടെ അക്കൗണ്ടിനകത്ത് ഇതിനുള്ള ഗഡുക്കളായി കൊടുക്കാനുള്ള പണം മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, അതിന് നിയമം അനുസരിച്ച് അവർക്കും ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചുമ്മാതെ വരവ് ഇത്ര രൂപ, ചെലവ് ഇത്ര രൂപ, അങ്ങനെയൊന്നും കണക്കെഴുതാൻ പറ്റത്തില്ല സർക്കാരിന്. അതിന്റെ സിസ്റ്റമുണ്ട്. ഈ ബഡ്ജറ്റിന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ട് 6 മാസമായി. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും കാൽക്കുലേഷനും താഴത്തെ പഠനം നടത്തി കൊണ്ടിരുന്നതാണ്. അപ്പൊ അതിനകത്ത് റിസോഴ്സസ് സംബന്ധിച്ചൊക്കെ നോക്കിയിട്ട് ചില എക്സ്പെക്ടേഷനുകളൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷത്തെ 10-20 വർഷത്തെ ഒരു പാറ്റേൺ നോക്കും. അങ്ങനെ വെച്ചേക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഈ ശമ്പള കമ്മീഷന്റെ കാര്യം ഇത്ര ആലോചിച്ചിട്ടാണ് വെച്ചത്. അപ്പൊ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന കാര്യവും ചെയ്തു. ഇപ്പൊ കുറച്ച് കുടിശ്ശികയുണ്ട്, 11% കുടിശ്ശിക എന്നാണ്. അത് മൊത്തം കൊടുത്തു തീർക്കും. പിന്നെ
പഴയ കുറച്ച് കുടിശ്ശികയുണ്ട്, 25,000 കോടി രൂപയിലധികം കുടിശ്ശികയുണ്ട്. ഞാൻ പറഞ്ഞ ആകെ ഈ ഗവൺമെന്റിന് ഞങ്ങൾ വരുന്ന സമയത്ത് കോവിഡും മറ്റ് ചലഞ്ചസും ഒക്കെ ആയിരുന്നു. അന്ന് വലിയ തോതിൽ നമ്മുടെ GSDP-യുടെ 38% നമുക്ക് ബോറോയിങ് ഉണ്ടായിരുന്നു. കേന്ദ്രം വലിയ തോതിൽ ഇപ്പൊ കിഫ്ബിയുടെ പേര് പറഞ്ഞും പെൻഷൻ കമ്മീഷന്റെ പേര് പറഞ്ഞ് ഏകദേശം ഒരു 10,000 കോടി ഒരു വർഷം കട്ട് ചെയ്യുന്നുണ്ട്. ഈ കട്ടിങ്ങും കിട്ടാനുള്ള വരുമാനം എല്ലാം പോയിട്ടും നമ്മൾ തന്നെ കൊടുത്തുള്ള ആകെ കിടക്കുന്ന ഒരു ഒറ്റ ഔട്ട്സ്റ്റാൻഡിങ് പ്രശ്നമുള്ളൂ. അത് ഈ PF ആൻഡ് പിന്നെ കുടിശ്ശിക, ഈ DRഉം DAയും കുടിശ്ശിക മാത്രമുണ്ട്. അത് കൊടുത്തു തീർക്കുമെന്ന് വെച്ചു കണക്ക് വെച്ചിട്ട് ഈ വർഷം തന്നെ മീൻസ് ഏപ്രിൽ തൊട്ടുള്ള വർഷം അതിന്റെ ഒരു ഗഡു കൊടുക്കാനുള്ള, ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞു, അത് കൊടുക്കാനുള്ള പണം അതിലുണ്ട്. അത്ര ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു അങ്ങനെ അതിന് പണം വെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ സമയം ശ്രീ രമേശ് ചെന്നിത്തല അന്നത്തെ UDF നേതൃത്വം പ്രതിപക്ഷം പറഞ്ഞ പോലെ ഞങ്ങൾ വരുമ്പം പൊളിയാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. അങ്ങനല്ല, പൊളിയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെ ആ കാര്യം ചെയ്തു. ഇപ്പോഴും ആ പണം വെച്ചേക്കുന്നത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ DA കൊടുക്കും, ഈ പറഞ്ഞ പിന്നെ ഈ ഗഡു കൊടുക്കും, ശമ്പള പരിഷ്കരണം വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കേരളത്തില് ഇന്ത്യയിലാകെ ഉയർന്നു വന്ന പ്രശ്നമാണ് പങ്കാളിത്ത പെൻഷൻ. പങ്കാളിത്ത പെൻഷൻ എങ്ങനെ പരിഹരിക്കും? വിശദമായ കുറെ പഠനം നടത്തി. മറ്റു ചില സ്റ്റേറ്റുകളിൽ കാര്യം ചെയ്തു. രാജസ്ഥാനും ഹിമാചൽ പ്രദേശും ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ്, രാജസ്ഥാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അവര് ഇതുപോലെ പ്രഖ്യാപിച്ചു. കൃത്യമായൊരു പദ്ധതി ഇല്ല. ഞങ്ങൾ പലതും നോക്കിയിട്ട് ഒരു ഏകദേശം ഒരു പദ്ധതിയോടുകൂടിയാണ്. അതിന്റെ വിശദമായ ഓർഡറൊക്കെ ഇറക്കും. അതിന്റെ കൃത്യമായ ഈ എല്ലാ കാര്യങ്ങളും വീണ്ടും തയ്യാറാക്കി വരേണ്ടതുണ്ട്. അതിനകത്ത് 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 10% കോൺട്രിബ്യൂഷൻ ജീവനക്കാർ അടയ്ക്കുന്നുണ്ട്, സർക്കാരും 10% അടയ്ക്കുന്നുണ്ട്. ഈ കോൺട്രിബ്യൂഷൻ PFRDയുടെ ഒരു അക്കൗണ്ടിലാണ് പോലെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് തുടരുന്ന ആളുകൾക്ക് അതിൽ തുടരാം, അവർക്ക് ഇത് ചേരാം. അതിൽ തുടരാൻ സാധ്യതയില്ല, കാരണം ഇതാണ് ബെനിഫിഷ്യൽ. മറ്റേത് പാവപ്പെട്ട പല ആളുകളും പെൻഷനായിട്ട് 3,000 രൂപയും 2,000 രൂപയും 1,000 രൂപയൊക്കെ പെൻഷൻ കിട്ടുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാലല്ല, വേറെ സ്കീമാണ്. അപ്പൊ എന്നാലും അവർക്ക് ഓപ്ഷനുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളിത് പറയുന്നത് എന്താ, പെൻഷൻ ലാസ്റ്റ് ഡ്രോൺ ബേസിക്സ് പേയുടെ 50% അഷ്വർഡ് ആവും. അതിനൊപ്പം DR കൊടുക്കുന്ന സംവിധാനം കാണും. മൂന്നാമത് ഈ ഫണ്ട് മുഴുവൻ നമ്മൾ ഇടുന്നത് സർക്കാർ അടയ്ക്കുന്ന പണവും അവരുടെ പണവും, പിന്നെ കുറച്ച് ഗ്യാപ്പ് വരും. സർക്കാരിന് നല്ല ഗ്യാപ്പ് വരും ഇത് കൊടുക്കാൻ. കാരണം ഈ 10-20% കൊണ്ട് പിന്നെ 50% പോയിട്ട് 25% പോലും കൊടുക്കാൻ കാണത്തില്ല എന്നുള്ള ഉറപ്പല്ലേ. പക്ഷെ ആ ഫണ്ട് പ്രത്യേകമായിട്ട് മാനേജ് ചെയ്യും. ആ ഫണ്ടിനകത്തേക്ക് സർക്കാർ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാവും. ഏപ്രിൽ 1 തൊട്ട് ഇത് കൊടുക്കത്തക്ക വിധത്തിലേക്കുള്ള ഓർഡേഴ്സ് ബാക്കി അത്യാവശ്യമായിട്ട് നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നോക്കി നമ്മൾ സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ വിശ്വസനീയമായി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പെൻഷന്റെ കാര്യം വന്നേക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലാകെ പല സ്റ്റേറ്റുകളിലും ഇത് വ്യത്യസ്തമായിരിക്കുന്നുണ്ട്. ഇപ്പൊ രാജസ്ഥാനും മറ്റും ഇത് അനൗൺസ് ചെയ്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ സാങ്കേതിക കാര്യമുണ്ട്. തമിഴ്നാട് ഇപ്പൊ അനൗൺസ് ചെയ്തു. തമിഴ്നാടാണെങ്കിൽ അവിടുത്തെ LIC-യിലായിരുന്നു പണം ഇട്ടിരുന്നത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ചർച്ചയാണ്. അവരുടെ PFRDയിലല്ല, LIC-ന്നാണ്. അങ്ങോട്ട് പണം മാറണം. അവരുടെ സർക്കാരിന്റെ പണം ഇട്ടിരുന്നില്ല, അതിന് പ്രത്യേക പണം കണ്ടെത്തണം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സർക്കാരിന്റെ പണമൊക്കെ ആദ്യം തൊട്ട് തന്നെ നമ്മുടെ 10% ആദ്യം തന്നെ കണ്ടിട്ടുണ്ട്. എന്നാലൊരു പുതിയ സങ്കീർണമായ പ്രശ്നമായിട്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കിത് പരിഹരിച്ച് തന്നെ കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഡിസംബർ 1 തൊട്ട് എന്ന നിലയിൽ, അല്ല ഏപ്രിൽ 1 തൊട്ട്. അപ്പൊ ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരെ സംബന്ധിച്ചും തൊഴിലാളികളെ സംബന്ധിച്ചും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം ഒരു ബഡ്ജറ്റിന്റെ സമയപരിമിതിക്കകത്ത് ഞാൻ മൊത്തം എഴുതിയത് വായിക്കുകയാണെങ്കിൽ എല്ലാ റെക്കോർഡും മറികടന്ന് പോയനെ. കാരണം വീണ്ടും സംഭവമുണ്ട്. ഞാൻ കുറച്ച് സ്പീക്കറുടെ അനുവാദത്തോടുകൂടി അത് ഒഴിവാക്കുവാന്ന് പറഞ്ഞു. എന്നാലും ഇനി എത്രയോ കാര്യങ്ങൾ എഴുതാനുണ്ട്. ഈ പദ്ധതികളിൽ വരുന്ന ധാരാളം എല്ലാം എഴുതിയിട്ടില്ല. അപ്പം അതിനകത്ത് ഇപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ വാലി 10,000 കോടിയുടെയാണ്. ഇപ്പൊ ഗ്രീൻകോ എന്ന് പറഞ്ഞ ലോക പ്രശസ്തമായ കമ്പനി 10,000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെയാണ് ടാവേഴ്സ്. അവര് മാത്രമല്ല, ഈ ഇപ്പൊ അവിടെ പോയിട്ട് വന്നിട്ടുള്ള GCCയുടെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പം കുറെ പുതിയ സംവിധാനങ്ങൾ ഇപ്പോ പിന്നെ കമ്പനികൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമുണ്ട്. മദർഷിപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയുണ്ട്. അതൊക്കെ ഈ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. മദർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഷിപ്പ് ബിൽഡിങ്ങിന് ഇന്ത്യ വേറെ ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിറ്റുകളുള്ളത് ബോംബെയിലൊക്കെയാണ്. ഈ ABB പിന്നെ വിശാഖപട്ടണത്തൊക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ ഇത്രയും വലിയ മദർഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ആഴമുള്ള കടൽ വേണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ അഗ്രികൾച്ചർ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ മോഡേൺ ഇൻഡസ്ട്രി,
നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി എല്ലാത്തിലും നല്ല ഇൻപുട്ട് ഇമ്പ്രൂവ്മെന്റ് വരത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ റോഡിന്റെയും മറ്റും ഡെവലപ്മെന്റിനകത്തും ഒക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആരോഗ്യരംഗത്ത് നമുക്ക് മറ്റ് സ്റ്റേറ്റിലുള്ള ഇഷ്യൂസ് അല്ല, പുതിയ മേഖലയിലുള്ള യുവനിധി പറഞ്ഞ മെനോപോസ് ക്ലിനിക് സത്യത്തിൽ ഫസ്റ്റ് ടൈം ഇൻ ദ കൺട്രി ആയിട്ട്. മെനോപോസ് എന്ന് പറയുന്ന വർക്കാലം മുമ്പ് അതൊരു ഇഷ്യൂ അല്ല, പക്ഷെ മെനോപോസ് ഒരു ഇഷ്യൂ ആണെന്നുള്ളത് ഇപ്പോഴാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിൽ നമ്മൾ പലതും ചെയ്യുന്നത് ഇന്ത്യക്ക് തന്നെ മാറിയാവുന്ന തരത്തിലേക്കാണ്. ഇപ്പം നേരത്തെ നമ്മൾ മെൻസ്ട്രൽ കപ്പ് 2 വർഷം മുമ്പ് പറഞ്ഞു. വാസ്തവത്തിൽ അത് പാരിസ്ഥിതികമായും അല്ലാതെ അതിന്റെ കാര്യങ്ങൾ നടക്കും. ഇങ്ങനെ പിന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നടക്കും. ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം കട്ടപ്പന തേനി 8 കിലോമീറ്റർ മറ്റേ ഉള്ളൂ ടണലാണെങ്കിൽ, പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സാങ്കേതികത്വം വേണം. പക്ഷെ 8 കിലോമീറ്റർ പോയാൽ തേനി എന്ന് പറയുന്നത് അവിടെ വരെ റെയിൽവേ ലൈൻ വരും. ഇപ്പോൾ തേനിയുടെ പ്രത്യേകത, തേനിയില് പളനി ലൈൻ ഈസ് കമ്മിങ്, അല്ലെ പളനി ലൈൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടുന്ന് 8 കിലോമീറ്റർ ടണലിൽ കൂടെ വരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ 25 കിലോമീറ്ററുകളുടെ മേളിൽ കൂടെ യാത്ര ചെയ്യേണ്ട സ്ഥലം കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വരാമെന്നാണ്. അപ്പൊ അതിന്റെ പ്രാഥമിക പഠനമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വയനാട്ടിലെ ചുരം പോലെ ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ MC റോഡിന്റെ കാര്യത്തിനകത്ത് വികസനത്തിന് ഒരു 5000 കോടി രൂപയുടെ ഒരു പദ്ധതി പറഞ്ഞു. MC റോഡ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റോഡും ഹാർട്ടിൽ കൂടെ പോകുന്ന റോഡാണ്, അതിന് സെൻട്രിൽ കൂടെ പോകുന്ന റോഡാണ്. പക്ഷെ ഭയങ്കര തിക്കിലി പോപ്പുലേറ്റഡ് ആണ്. അപ്പൊ അതിന് 3 ഘട്ടമായിട്ടുള്ള ഡെവലപ്മെന്റ്. ഇത് അങ്കമാലി വരെയാണ് റോഡ്. ഇവിടുന്ന് ചെങ്ങന്നൂർ കഴിഞ്ഞാൽ ചെങ്ങന്നൂർ മുതൽ കോട്ടയം വരെ NHന്റെ പാർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അങ്കമാലി വരെ. അപ്പൊ നമ്മളിപ്പോ ആകെ റോഡ് എല്ലാ സ്ഥലവും മാറ്റുന്ന ഒരു പ്ലാൻ അല്ലാതെ ഇട്ടേക്കുന്നത്. 7 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ബൈപ്പാസ് കൊടുക്കുക. ഇപ്പൊ കൊട്ടാരക്കര ബൈപ്പാസ് ഓൾറെഡി അതിന്റെ ആക്ടിവിറ്റി നടക്കുന്നു. തിരുവനന്തപുരത്ത് മണ്ണന്തലം തിരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രധാന സിറ്റി വെഞ്ഞാറമ്മൂടിൽ ഇപ്പോൾ ഒരു പണി നടക്കുന്നുണ്ട്. വെഞ്ഞാറമ്മൂട് കഴിഞ്ഞാൽ കിളിമാനൂര്, നിലമേല്, ചടയമംഗലം, ആയൂർ. നിങ്ങളതിൽ യാത്ര ചെയ്യുന്നവർ അവിടെയൊക്കെ വന്ന് 1/2 മണിക്കൂർ 1 മണിക്കൂർ കിടക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ഥലം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ചെങ്ങന്നൂര്, പന്ത, ഇങ്ങനെ ഉള്ള അവിടെ തന്നെ ബൈപ്പാസ് കൊടുത്തിട്ട് റോഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള വിധത്തിലാണ് അതിന്റെ. കിഫ്ബിയുടെ ഒരു 5000 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. കിഫ്ബിയുടെ വേറെ അധികം പദ്ധതികൾ ഇപ്രാവശ്യം പറഞ്ഞിട്ടില്ല. മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലാതെ തന്നെ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. പിന്നീട് ഓരോന്നും ഞാൻ എടുക്കുന്നില്ല. ഈ സോളാർ എല്ലാ പഞ്ചായത്തിലും സോളാർ ഇപ്പൊ ബാറ്ററി ഉപയോഗിച്ച് സേവ് ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പൊ അതിനകത്ത് പെരിഞ്ഞനം സോളാർ ഒരു വില്ലേജായിട്ട് പഞ്ചായത്ത് നേരത്തെ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് പൈലറ്റ് പദ്ധതി അവിടെ കൊടുക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും സോളാറിന്റെ ഒരു പദ്ധതി കൊടുക്കുക. വർക്കിനിയർ ഹോമിന്റെ കാര്യം നേരത്തെ ഫസ്റ്റ് വർക്കിനിയർ ഹോം ഗവൺമെന്റിന്റെ മേഖലകളിൽ കൊട്ടാരക്കര തുടങ്ങി. അവിടെ 150ഓളം പേര് വർക്ക് ചെയ്യുന്നതിനകത്ത് 80 പേര് വന്നു കഴിഞ്ഞു ചുറ്റുപാടുള്ളത്. അപ്പൊ അങ്ങനത്തെ കേരളത്തിൽ 200 വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ജോലി വരെ. കുടുംബശ്രീയുടെ ഒരു വലിയ പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അത് 150 ഇനങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഏറ്റവും മോഡേൺ പാക്കിങ് വലിയ കമ്പനികളുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു വലിയ സാധ്യതയുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ഈ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ലോക്കലായിട്ടുള്ള ഏറ്റവും ടേസ്റ്റിയായ സാധനങ്ങൾ ലോകത്തേക്ക് കയറ്റി അയക്കാൻ പറ്റുന്ന വലിയൊരു പ്രൊജക്റ്റാണ് കുടുംബശ്രീയുടെ. അതുകൊണ്ടാണ് 22 കോടി രൂപയിലധികം വരുന്ന ചിലവ് വരുന്ന ഒരു പദ്ധതി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള കുറേ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അസിസ്റ്റന്റ് ഹൗസ് മറ്റൊക്കെ ഉണ്ടാക്കാൻ KFC ഇപ്പോൾ ഒരു ലോൺ സബ്വെൻഷനോടുകൂടി 20 കോടി രൂപ വരെ കൊടുക്കാവുന്ന പദ്ധതിയുണ്ട്. അത് കൂടുതൽ നമുക്ക് വേണ്ടി വരും. നാട്ടിൻപുറത്ത് വീടുകളിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഒന്ന് ഫോൺ ചെയ്യാനൊരു കോൾ സെന്റർ പോലുള്ള സംവിധാനം ഇല്ലെങ്കിൽ പലപ്പോഴും ആൾ അപകടപ്പെട്ടത്ര അസുഖമായി ഗുരുതരമായി അസുഖപ്പെട്ട് ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ മരിച്ചു കിടക്കുന്നവരെയാണ് പലപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ കാര്യത്തിലുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കുള്ള വോളണ്ടിയർ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും ഇതിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ എടുത്തു തോന്നുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫണ്ടിന്റെ ലൊക്കേഷനാണ്. നമ്മുടെ പുതിയ ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടുണ്ട്. ആ ഫിനാൻസ് കമ്മീഷൻ ഓരോ ഘട്ടത്തിൽ വരുന്നതാണ്. ഫണ്ട് നല്ലൊരു ഇൻക്രീസോട് കൂടിയാണ് ഇപ്രാവശ്യം ഏകദേശം 3000 കോടി രൂപയ്ക്ക് അടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ വർഷം പ്ലാനിലും നോൺ പ്ലാനിലുമായിട്ട്, നോൺ പ്ലാൻ അല്ല അവർക്ക് പറയുന്നത്, അവർക്ക് കിട്ടുന്ന മെയിൻ്റനൻസ് 2 GP ഫണ്ടിനൊക്കെയാണ് അത്രയും കിട്ടുകയാണ്. പഞ്ചായത്ത് മെമ്പർമാർക്ക് പിന്നെ അവരുടെ അലവൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ വർഷമായി, കഴിഞ്ഞ 5 വർഷം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവരുടെ അലവൻസ് വർദ്ധിപ്പിക്കുക എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ തുക വരത്തേ ഉള്ളൂ. പിന്നീട് പഴയ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. വാസ്തവത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവർക്ക് വേറെ അവർക്ക് അലവൻസും പെൻഷൻ ഒന്നുമില്ലല്ലോ വേറെ. അവർക്ക് അത്യാവശ്യം ചികിത്സയോ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു സംവിധാനമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു വെൽഫെയർ ഫണ്ട് വളരെ വലിയൊരു കാര്യമായിരിക്കും. 10, 15 വർഷമൊക്കെ ആയിട്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ ജോലി നിങ്ങൾക്കറിയാം, കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ജോലി അറിയാം. വാസ്തവത്തിൽ ഏത് ആള് വിളിച്ചാലും അപ്പം തന്നെ കൂടെ ഇറങ്ങി ഫുൾ ടൈം നിൽക്കേണ്ട ആളുകളാണ്. അവർക്ക് പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ അവർക്കൊരു വെൽഫെയർ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നതിന് വേണ്ടി ഉള്ള കാര്യമുണ്ട്. പിന്നെ മേജറായ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ എടുത്തത് അതിനകത്ത്
ചികിത്സയായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മെഡിസപ്പ് വന്നിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. മെഡിസപ്പ് നമ്മൾ പൊതുമേഖലാ സ്ഥാപനത്തിനും സഹകരണ മേഖലയ്ക്കും നടത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കാരുണ്യക്കും അതുപോലുള്ള പദ്ധതിക്ക് പുറത്ത് 42 ലക്ഷം കുടുംബങ്ങൾക്ക് പുറത്ത് കുറേയേറെ ആളുകളുണ്ട്. അവർക്ക് മെഡിസപ്പും ഇല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ല, ഈ 42 ലക്ഷത്തിനകത്ത് വരുത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ചികിത്സ കിട്ടണമെങ്കിൽ ഒരു സംവിധാനം വേണം. അതിനൊരു കുറച്ച് പേ ചെയ്യുന്ന തന്നെ സൗജന്യമല്ല ഇതൊന്നും. പക്ഷെ മെഡിസപ്പിന്റെ ഗുണം എന്താ? 104 വയസ്സുള്ള ഒരാളുടെ കാര്യം ഞാൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞു. ഒരു ടെസ്റ്റിംഗ് വേണ്ട, നേരെ മെഡിസപ്പിൽ ചേരാം. അതായത് പിന്നെ ബാക്കി ആരോഗ്യ ടെസ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾ ഇൻഷുറൻസിൽ ചേരേണ്ട അതൊക്കെ വേണം. അങ്ങനെ ഒരു സംവിധാനം കളക്റ്റീവായിട്ടുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്കീം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഈ തൊഴിലാളികൾക്ക് ഇപ്പം ഓട്ടോറിക്ഷ ആയാലും ലോട്ടറി തൊഴിലാളി ആയാലും അല്ലെങ്കിൽ പിന്നെ ഹരിതകർമ്മസേന ആയാലും അങ്ങനെയൊക്കെ അവർക്ക് വരാൻ പറ്റുന്ന, ഇത് വരാത്തവർക്കും വരാൻ പറ്റുന്ന ഒരു കാര്യം ഇൻഷുറൻസിന്റെ കാര്യം ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നു. പിന്നെ ബഡ്ജറ്റ് തുടങ്ങുമ്പോൾ തന്നെ ആമുഖം കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ പറഞ്ഞത് VSന്റെ പേരിലുള്ള VS സെന്റർ പറഞ്ഞുകൊണ്ടാണ്. അത് ഇതിന്റെ പ്രസക്തി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ മേഖലയെയും സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു കേട്ടു, നിങ്ങൾ കേട്ടിട്ട് പറയുകയും ഇതൊന്നും നടക്കത്തില്ലെന്നേ, ഇതൊന്നും കണക്കൊന്നുമില്ല, ചുമ്മാതാ. അങ്ങനൊന്നും അല്ല ഇത്തരം കാര്യങ്ങളെ പറ്റും. ഇതിന് വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കുക. വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റ് പേപ്പറിനേക്കാളും കട്ടിയുള്ള പേപ്പറാണ് ബഡ്ജറ്റ്. അത് അവതരിപ്പിച്ചിരിക്കുക. സഭയിൽ സമയമുണ്ട്, അടുത്ത 4 ദിവസമുണ്ട്, അതിനുശേഷം സമയമുണ്ട്. അവിടെ ചർച്ച ചെയ്യട്ടെ. ഈ പറഞ്ഞതിനകത്തെല്ലാം കണക്കും കാര്യം ഇല്ലെങ്കിൽ എന്തിനാ സഭയല്ലേ നല്ല പേര്? ഞാൻ ആൻസറബിളാണ്, മുഖ്യമന്ത്രി ആൻസറബിളാണ്, ഗവൺമെന്റ് ആൻസറബിളാണ്, സർവോപരി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ആൻസറബിളാണല്ലോ. സഭയിലതിനല്ലേ ഉള്ളൂ. വൈറ്റ് പേപ്പർ എന്തിനാ ഞങ്ങൾ ഇറക്കുന്നത്? ഞങ്ങൾ സോളിഡായിട്ടൊരു പേപ്പർ ഇറക്കിയിട്ടുണ്ട്. ആ പേപ്പറിനെ സഹായിക്കാൻ വേണ്ടി ആവശ്യമായ കണക്കുകളും കാര്യങ്ങളും കൂടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനവും നമ്മളിത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കുന്നത്? സോ ഈ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന് പറയാം, ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ചർച്ച ചെയ്യുമല്ലോ. അപ്പൊ ഇത് അവിടെ പറയാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞ് ശമ്പളം, ഇത് കഴിഞ്ഞിട്ട് ശമ്പളം ഒന്നും കൊടുക്കാനൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യത്താണല്ലോ പറഞ്ഞു, ജനങ്ങൾക്കറിയാൻ ശമ്പളം കൊടുക്കാവുന്നവരെയാണ് അവരെ ഏൽപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യമാണ് തുടർച്ച ഉണ്ടാവുന്നത്. ഇപ്പോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? തുടർച്ച ഉണ്ടാവും, അല്ലാതെ ഇട്ടിട്ട് ഓടാനല്ല. തുടർച്ച ഉണ്ടാവുമ്പോൾ നടത്താൻ പറ്റുന്ന കാര്യങ്ങളെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ, ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. നിങ്ങൾ വൈറ്റ് ഇതെല്ലാം നടക്കാനല്ല, അത് ശരിയല്ല. കാരണം ഇതെല്ലാം ഒരു വിശ്വാസ്യത പ്രശ്നമാണ് പറയുന്നവരുടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്നിട്ട് പറയാ പൈസ ഇത് ചെലവാക്കുന്നില്ല, പ്ലാനിന്റെ പൈസ കൊടുത്തോ? ഇതാ എന്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ LSDയുടെ കഴിഞ്ഞ 4 വർഷത്തെ, അതിന് മുമ്പത്തേതുണ്ട്. അതിനകത്ത് കഴിഞ്ഞ വർഷം 98.44% ആ വർഷത്തെ പ്ലാനും പഴയ കാര്യോപകരണ സഹിതം 110% പഞ്ചായത്തിന് കൊടുത്തത്. ഈ കണക്കിരിക്കുമ്പോ ഇവിടെ ചെലവാക്കുന്നില്ലെന്ന് ആരോടെ പറയുന്നത്? വേറെ എന്തെങ്കിലും കണക്ക് CNTG ഓഡിറ്റ് ചെയ്യുന്ന കണക്കല്ലാതെ ധനകാര്യമന്ത്രിക്കോ സംസ്ഥാന ഗവൺമെന്റിനോ വേറൊരു കണക്കുമായിട്ട് അടങ്ങാൻ പറ്റുമോ? 98.44. പിന്നെ പഴയ കാര്യോപകരണ സഹിതം 110%. അതിന് മുമ്പത്തെ വർഷം 83, അതിന് മുമ്പത്തെ വർഷം 85, അതിന് മുമ്പത്തെ വർഷം 95. ഇതിന്റെ സ്റ്റേറ്റ് പ്ലാൻ ആണെങ്കിലും 80-നും 85-നും താഴെ പോയിട്ടില്ല പൊതുവെ. ഇതാണ് സ്ഥിതി. ഈ സ്റ്റേറ്റ് പ്ലാനിനകത്ത് പേയ്മെന്റും ഇതേപോലെ തന്നെ അധികം വരുന്നെന്ന് മാത്രമല്ല, ഇവിടെ ചില ആരോഗ്യ പദ്ധതികളുടെ കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ അതിന് കണക്കെടുത്ത് നോക്കും. നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് ബഡ്ജറ്റിൽ KMSCL വെച്ചേക്കുന്നത് നമ്മുടെ മരുന്ന് കമ്പനിയാണ്. KMSCL മെഡിക്കൽ കോർപ്പറേഷനാണ്. 356 കോടിയാണ് വെച്ചേക്കുന്നത്. ബഡ്ജറ്റിൽ വെക്കുന്നതാണ് സാധാരണ ധനകാര്യ വകുപ്പിന് കൊടുക്കാൻ പറ്റുക. 456 റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 300 കോടി കൂടി ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ബഡ്ജറ്റില് 700 കോടിയാണ് കാസ്റ്റിന് വെച്ചേക്കുന്നത്. അതിനകത്ത് 700 കോടിക്കകത്ത് 550 റിലീസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയും ഒരു 100-300 കോടിക്ക് അടുത്ത് റിലീസ് ചെയ്തു. 700 കോടിയും 650 കോടിയും വെച്ച് എല്ലാ വർഷങ്ങളിലും 1000-1200 കോടി വരെ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ ബഡ്ജറ്റ് വെച്ചേക്കുന്നത് 900 കോടിയാണ്. 900 കോടിയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ വസ്തുത ഇതായിരിക്കുമ്പോൾ ഇത് കിട്ടുന്നവരും കാണുന്നവരും ഉണ്ട് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതല്ല. ഞങ്ങള് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചിട്ട് തന്നെയാണ് ഇക്കാര്യം ചെയ്യുന്നത്. ജനക്ഷേമകരമായ ഏറ്റവും ആവശ്യമുള്ള കാര്യമുണ്ട്. ഇപ്പൊ രാജ്യത്ത് ആകെ ശ്രദ്ധിക്കപ്പെടുന്നൊരു പദ്ധതിയാണ് ലൈഫ് കെയർ പദ്ധതി. ഇപ്പൊ നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്
ലൈഫ് കെയർ പദ്ധതി എന്ന് പറഞ്ഞാൽ വഴിയിൽ പോയി വണ്ടി ഇടിച്ച് പ്രത്യേകിച്ച് ആളുകൾ അറിയാൻ വയ്യാതൊക്കെ വീണിട്ട് നോക്കാനും കാണാനും ഇല്ലാത്ത ആളുകളുണ്ട്. 40,000 50,000 ആക്സിഡന്റ് നടക്കുന്നതാണ്. കുറേ കേസുകൾ അങ്ങനെ വരും. 5 ദിവസമെങ്കിലും അവർക്ക് ചികിത്സ എല്ലാ ദിവസവും ഇല്ല കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് അല്ലാത്ത ഗവൺമെന്റ് ഇടപെടുന്ന ഒരു പദ്ധതിയാണ് അതിനകത്ത്. പലപ്പോഴും ഈ വീഴുന്ന ആളും മരിച്ചില്ല വളരെ അബോധാവസ്ഥ കിടക്കുന്ന ആളും ആൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് നല്ല പരിചരണം കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഒരാളും തൊടത്തില്ല. കാരണം ബില്ലടച്ചാലല്ലേ തൊടും. വഴിയിൽ ഒരാൾ ആക്സിഡന്റ് പറ്റി കിടന്നാൽ നമുക്കറിയാമല്ലോ, ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായ ചില പത്രപ്രവർത്തകർ അപകടത്തിൽപ്പെട്ടത് നമുക്കറിയാമല്ലോ, മറ്റൊരു ആളുകൾ. അപ്പൊ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഹിറ്റ് ആൻഡ് റൺ ആയാലും അല്ലാത്ത കേസായാലും കിട്ടണം. അത് ഇന്ത്യയിൽ ആദ്യമാണെന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ ലൈഫ് കെയർ പദ്ധതി. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളാണ് ബഡ്ജറ്റിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയുമ്പം നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. അത് സംബന്ധിച്ച് നിങ്ങളോട് പറയാൻ പറ്റുന്നതാണ്. ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ ആ കാര്യങ്ങളിൽ പോകുന്നില്ല. നിങ്ങളെ കാണുക എന്നുള്ളതാണ്. 50% മാക്സിമം ആണ്. അങ്ങനല്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാല് സംസ്ഥാനത്തെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വിത്ത് എ സ്മോൾ കോൺട്രിബ്യൂഷൻ ഇപ്പം എന്ന് കണക്കാക്കാം. ബാക്കി അതിന്റെ നിയമങ്ങൾ വരട്ടെ. ഇപ്പൊ സർക്കാരിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 30 വർഷമാണെങ്കിൽ ഇവിടെ പെൻഷൻ ഈ 50% കിട്ടും. 15 വർഷമാണെങ്കിലോ അതിനനുസരിച്ചല്ലേ കിട്ടുള്ളൂ. 10 വർഷമാണെങ്കിൽ അതിനനുസരിച്ച് മിനിമം പെൻഷൻ 10 വർഷം വേണം. 5 വർഷമോ 7 വർഷമോ ചിലരുണ്ട് വളരെ പ്രായമായിട്ടൊക്കെ ജോലി കയറും. എന്തിന്? അവർക്ക് പറയുന്നത് പെൻഷന്റെ പേര് വേറെ എക്സ്ഗ്രേഷ്യ, ഇൻവാലിഡ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ പ്രൊറേറ്റ ആയിരിക്കും. പക്ഷെ 50% അഷ്വേർഡ് ആണ്. എങ്ങനെ? ഈ പറഞ്ഞ കണ്ടീഷൻ. അത് ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി പെൻഷന്റെ തന്നെ അതാണ് അതിന്റെ. മാനാനിമൽ കോൺഫ്ലിക്റ്റില് ഏറ്റവും കൂടുതൽ പണം ഓരോ വർഷവും കൂട്ടി വെച്ചത് ഈ സർക്കാരാണ്. കഴിഞ്ഞ വർഷം അതിനങ്ങ് വർഷം ധാരാളം പണം വെച്ചിരുന്നു. ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. ആളുകൾ മരിച്ച കേസുണ്ട്, വളരെ കുറച്ച് കേസേ ഉള്ളൂ. 10 പേരുടെ കേസ് മാത്രമാണ് ഈ പണം കൊടുക്കുന്നത്. പണം കൊടുക്കാത്ത പണം ഇല്ലാത്തതുകൊണ്ടല്ല, പണം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇത്രയും പൈസ കയ്യിലുണ്ട്. പണം കൊടുക്കണമെങ്കിൽ അതിന്റെ അവകാശം, അതിന്റെ രേഖകളെല്ലാം വരണം. 10 കേസാണുള്ളത്. പണം വെച്ചതിനകത്ത് ഇപ്പൊ കേരളത്തിൽ പണം കിട്ടുന്നില്ല എന്നുള്ള തരത്തിൽ പറയുന്നില്ല. കാരണം ഇപ്രാവശ്യം പണം കൂട്ടി വെച്ചു. അതിന്റെ പേരിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നു. 6 7 ഫോറസ്റ്റ് സ്റ്റേഷനുകളാണ് ഇപ്പൊ പുതുതായിട്ട് അനുവദിച്ചത്. സാധാരണഗതിയിൽ എത്രയോ വർഷമായിട്ട് മാനാനിമൽ കോൺഫ്ലിക്റ്റും ഈ പ്രശ്നങ്ങളില്ലാത്തപ്പോൾ ഫോറസ്റ്റിനൊന്നും ഇത്ര സ്റ്റാഫില്ല. എല്ലാ സ്ഥലത്തും വേണ്ടി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് വേണ്ടിയിട്ട് സംവിധാനം. പണം വെക്കുമ്പം ആളുകൾ മരിക്കരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ 100 രൂപ വെച്ചു, 100 കോടി രൂപ വെച്ചു, അത് മൊത്തം ചെലവാകണമെന്നുള്ളത് ആവശ്യം വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന മരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഭാഗ്യത്തിന് അത്ര ആളുകൾ മരിച്ചില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ ആ കൊടുത്തതിനകത്തൊരു 10 പേരുടെ പേപ്പേഴ്സ് ക്ലിയർ ആയതായാലേ ഉള്ളൂ. ഞങ്ങളിപ്പോ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഫിനാൻസ് സെക്രട്ടറി ഉൾപ്പെടെ വിളിച്ചു. അപ്പൊ പണം വെച്ചിട്ട് അത് ചെലവായില്ല എന്ന് പറഞ്ഞിട്ടല്ല. അപ്പം ചിലതിന് നമ്മൾ വെക്കും, തറവില വെക്കും. തറവില കൂടി നിൽക്കുകയാണെങ്കിൽ ചെലവാകത്തില്ല. ഇപ്പം റബ്ബറിന് 100-200 രൂപ വെക്കുന്നു. റബ്ബറിന് 210 രൂപ മാർക്കറ്റ് വന്നാൽ നമ്മൾ ആളതിന് വരത്തില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ ചിലതിന്റെ നെസസിറ്റി കൂടെ അനുസരിച്ചാ വരിക. ഇവിടെ മാനാനുവൽ കോൺഫ്ലിക്റ്റിനകത്താണെങ്കിൽ ആകെ 10 ആപ്ലിക്കേഷനെ ഇനിയുള്ളൂ. ബാക്കിയെല്ലാം ഇവരുടെ പേപ്പർ, അവരുടെ അവകാശി സർട്ടിഫിക്കറ്റ് മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കും. ഇതിനൊന്നും ഒരു തർക്കമുള്ളതല്ല. അങ്ങനെ പറഞ്ഞിരുന്ന കാര്യം ബഡ്ജറ്റിനകത്ത് വെച്ചേക്കുന്ന പണം കഴിഞ്ഞ വർഷം ഇതേപോലെ പറഞ്ഞു. അതിന് എങ്ങനെ പ്രശ്നം പറഞ്ഞു? ചെലവായില്ല. 110% LSC ചെലവായില്ല. ചെലവായതേ ഇല്ല എന്ന് പറഞ്ഞതാണ്. അതൊന്നും പറഞ്ഞാലൊന്നും ആള് വിശ്വസിക്കത്തില്ല. ആൾക്ക് പണം കിട്ടുന്നതാണ്. ഞാൻ പറയട്ടെ, പത്രപ്രവർത്തകരുടെ കാര്യം എടുക്കാം. നിങ്ങളെല്ലാം മാനേജ്മെന്റ്, നിങ്ങൾ മാനേജ്മെന്റിന്റെ ആളുകളല്ല, നിങ്ങൾ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. മാനേജ്മെന്റിനോട് ചോദിച്ചു നോക്ക്. ഈ വർഷത്തെ ബഡ്ജറ്റ് വെച്ചിരുന്ന പ്രൊവിഷൻ ആദ്യത്തെ 4 ക്വാർട്ടറാണല്ലോ 3 മാസം വെച്ചു. ആദ്യത്തെ ക്വാർട്ടറിൽ മൊത്തം കൊടുത്തു തീർത്തു. അഡീഷണൽ 2 പ്രാവശ്യം അലോക്കേഷൻ വെച്ചു. ഞങ്ങൾ എല്ലാ രംഗത്തും അതാണ്. പത്രപ്രവർത്തകർക്ക് മാത്രമല്ല ഇത്. ഓരോമേ ഇഷ്ടംപോലെ പണം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ 1,17,000 കോടി രൂപ ശരാശരി ചെലവാക്കിയിരുന്നിടത്തുനിന്ന് 1,70,000 കോടിയിലേക്ക് ഈ സ്പെൻഡിങ് വർദ്ധിപ്പിച്ചു. വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. പത്രത്തിനുൾപ്പെടെ പരസ്യത്തിന്റെയും മറ്റും പണം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. സാധാരണഗതിയിൽ അങ്ങനത്തെ തടസ്സങ്ങളൊന്നും വരാതെ പരമാവധി കൊടുക്കുന്നുണ്ട്. മരുന്നിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ വെക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആള് മരിച്ച പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ഒന്നുകിലത് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ അത് കിട്ടുന്ന ഇൻഫർമേഷൻ പിന്നെ അങ്ങനെ ആയിരിക്കും.
എന്തായാലും ഞാൻ വളരെ ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത്. വച്ചേക്കുന്ന പണം കൊടുക്കാൻ പറ്റുന്നതിൽ അധികമുണ്ട് ആളുകളുടെ മരണവും മറ്റു കാര്യങ്ങളുമായിട്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. ജനങ്ങളാണല്ലോ നമ്മുടെ എല്ലാ കാര്യവും തീരുമാനിക്കുന്ന യജമാനന്മാർ. ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ ദാസന്മാരാണ് യഥാർത്ഥത്തിൽ എല്ലാ പബ്ലിക് പ്രവർത്തകരും. രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, നിങ്ങളും എല്ലാം ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെയാണ്. അപ്പൊ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനകത്ത് അവരൊക്കെ ഇങ്ങനെ തീരുമാനിച്ചോളൂ കേട്ടോ. ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതൊക്കെ മാറ്റി ഇതിനേക്കാളൊക്കെ വെട്ടിക്കുറച്ച് ഈ ശമ്പള പരിഷ്കരണവും DA ആനുകൂല്യവും ഒക്കെ വെട്ടിക്കുറച്ച് ഞങ്ങൾ കുറയ്ക്കും എന്ന് പറയുന്നതാണോ ഔചിത്യം? ഈ പറഞ്ഞ ബഡ്ജറ്റ് നടപ്പിലാക്കാനുള്ള ബഡ്ജറ്റാണല്ലോ. ശമ്പള പരിഷ്കരണം വേണം, DA കൊടുക്കണം, മറ്റാനുകൂല്യം കൊടുക്കണം. ഞങ്ങൾ വരുമ്പോ ഇതൊന്നും കൊടുക്കത്തില്ല എന്ന് പറയുന്നതല്ലല്ലോ ന്യായം. അപ്പൊ ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വിചാരിക്കുന്നത് ഈ റെസ്പോൺസിബിലിറ്റി വീണ്ടും കേരളത്തിൽ മാത്രം 5 വർഷം നേരത്തെ വന്നിരുന്നെങ്കിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ലോകത്തും സ്റ്റെബിലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഗവൺമെന്റ് വന്ന് രണ്ടാമത്തെ ഗവൺമെന്റ് വന്നതുകൊണ്ടാണ് വിഴിഞ്ഞം ഈ ലെവലിൽ കംപ്ലീറ്റ് ചെയ്തത്, നാഷണൽ ഹൈവേ ഇങ്ങനെ പൂർത്തീകരിച്ചത്, ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞില്ല, കുട്ടികൾക്ക് ഡിഗ്രി കുട്ടികൾക്ക് പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡിഗ്രി കുട്ടികൾ, പ്രൊഫഷണൽസ് ഒന്നും അല്ല, ഡിഗ്രി ജനറൽ എഡ്യൂക്കേഷൻ ഡിഗ്രി. ആർട്സ് ആൻഡ് സയൻസ് എയ്ഡഡ് ആൻഡ് ഗവൺമെന്റ്. നമ്മുടെ സ്കൂളിലെ പോലെ തന്നെ +2 വിദ്യാർത്ഥികൾക്ക് വരെ ഉണ്ടല്ലോ ഇപ്പോൾ. അവർ ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പം മാർവാനിസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥി ആയാലും ഗവൺമെന്റ് ആർട്സ് കോളേജിലെ വിദ്യാർത്ഥി ആയാലും യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി ആയാലും ഡിഗ്രി വിദ്യാർത്ഥി ഒരേപോലെ തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണുന്നത്. അവർക്ക് അത് തുക നോക്കണം. വാസ്തവത്തിൽ ഏറ്റവും ഫീസ് കുറവ് തന്നെയാണല്ലോ ഇപ്പൊ തന്നെ. വലിയ ഫീസൊന്നും അല്ല ഉള്ളത്, എന്നാലും അവർ ആ ഫീസ് അടയ്ക്കണം. ഫീസുണ്ട്, ഫൊർഗോ ചെയ്യുന്ന കണക്ക് നോക്കണം, അതിന്റെ കൃത്യമായി നോക്കണം. അത് ഞാൻ ഡേറ്റ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണേൽ പറയാം. ഏതാ അല്ല, അതാ പറഞ്ഞ അതിന്റെ മാത്രമായിട്ടൊന്നുകൂടെ നോക്കണം. ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ചെലവാകുന്ന എഡ്യൂക്കേഷനാണ്. ആകെ ശമ്പളത്തിന്റെ 50%-ലധികവും, ആകെ സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിന്റെ പെൻഷന്റെ 50%-ലധികവും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിനും അധ്യാപകർക്കും കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ എക്സ്പെൻസ്. രണ്ടാമത്തത് ഹെൽത്താണ്. അപ്പൊ ആ ആകെ ചെലവിന്റെ പരിധി നോക്കിയാൽ ഇത് വളരെ ചെറിയ ചെലവ് വരപ്പല്ലായിരിക്കും, പക്ഷെ നല്ലൊരു ചെലവാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. ഇല്ല, ഗ്രാന്റിന്റെ കാര്യത്തിലൊന്നും ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ആ ഗ്രാന്റ് കോളേജ് ഫീസിന് വേണ്ടി കൊടുക്കുന്നതല്ല. ഓൾറെഡി വളരെ വീക്കർ ആയിട്ടുള്ള സെക്ഷനുകൾക്ക് ഫീസ് ഇല്ല, അവർക്ക് ഗ്രാന്റ് കിട്ടുന്നുണ്ട്. ആ ഗ്രാന്റ് ഇതുദ്ദേശമല്ല, ഈ കുട്ടികളുടെ കോളേജ് കൊടുക്കാനുള്ള ഫീസല്ല, ഇവരുടെ യാത്ര, അവരുടെ പുസ്തകം, അവരുടെ ഭക്ഷണം, അങ്ങനെയൊക്കെ കാര്യത്തിനാണല്ലോ ഈ ഗ്രാന്റ് കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മള് പിന്നെ അത് നേരത്തെയും അതിന്റെ അടിസ്ഥാനത്തിൽ കുറയ്ക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഫീസ് കൊടുക്കുന്ന ഇപ്പം എല്ലാ സെക്ഷനിൽ നിന്നുള്ള കുട്ടികളും കൊടുക്കുന്നത് ഫീസുണ്ട്. ആ ഫീസ് അടച്ചു കിട്ടും. ഇല്ല, യൂണിഫോമിനൊന്നും കുടിശ്ശികയില്ല. എന്തായാലും പ്രൊസീജിയറലായ കാര്യങ്ങൾ വരുന്നതിന്റെ വല്ലതല്ലാതെ കുടിശ്ശികയില്ല. കാരണം ഇത്തരം പേയ്മെന്റുകൾ നമ്മൾ പരമാവധി നോക്കി ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടാനുള്ളത് ഞാൻ പറഞ്ഞു 5600 ചില്ലാനും കോടി രൂപ ഈ വർഷം കമ്മിറ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് CSS സ്കീമിൽ ഉൾപ്പെടെയുള്ള കിട്ടാനുണ്ട്. അതല്ലാതെ വലിയ വേറെ കിട്ടാറുണ്ട്. എന്നിട്ടും നമ്മൾ ഈ കാര്യങ്ങളിൽ കൃത്യമായി ചെയ്തു പോകുന്നത് ഒരു അത്ഭുതകരമായ പ്രവൃത്തി തന്നെയാണ്. കാരണം ജനങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്തു പോകുന്നത്, അത്രയേറെ വെട്ടിക്കുറച്ചിട്ട്. അപ്പൊ ഇനിയത്തെ ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ അതും വളരെ നിർണായകമാണ്. ഫിനാൻസ് കമ്മീഷൻ അവാർഡും 1-ാം തീയതിയാണ് അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ്. 1-ാം തീയതി തന്നെ ഫിനാൻസ് കമ്മീഷന്റെ കാര്യങ്ങളെല്ലാം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതെല്ലാം വരുമ്പോൾ മുൻകാലങ്ങളിലെല്ലാം ഓരോ ഫിനാൻസ് കമ്മീഷൻ വരുമ്പോഴും നമുക്ക് പിന്നെ പൊതുവെ മെച്ചപ്പെട്ടാണ് വന്നിരുന്നത്. കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷനായിരുന്നു ഏറ്റവും മോശമായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ കണക്കിലായിരിക്കും നമ്മുടെ സ്റ്റേറ്റിന്റെ ഫ്യൂച്ചറിന്. ഞാനിപ്പോ കണക്കെടുത്തു. കഴിഞ്ഞ ബഡ്ജറ്റിലെ ഈ ബഡ്ജറ്റിലെ കണക്കെടുക്കണമെങ്കിൽ വാസ്തവത്തില് ഫെബ്രുവരി മാർച്ച് കൂടെ ആവണം. കാരണം ബഡ്ജറ്റിന്റെ എക്സ്പെൻഡിച്ചർ, പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ എപ്പോഴും അവസാനത്തെ 3 മാസമാണ് കാര്യമായി നടക്കുക. എത്ര കാലം എടുത്താൽ പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ നടക്കുന്ന അവസാനമാണ്. ഇത് തദ്ദേശ സ്ഥാപനങ്ങളിലും പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ നടക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത്
ഇപ്പോഴത്തെ നമ്മുടെ കയ്യിലുള്ള വിവരം വെച്ചിട്ട് 70% ആയിട്ടുണ്ട്. 40% പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്നേ കേട്ടു. 40%. ഞങ്ങൾക്കൊരു കണക്കുണ്ട് അതനുസരിച്ച്. കഴിഞ്ഞ വർഷം പ്ലാൻ കട്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 80-85%. എന്നായാലും നേരത്തെ നോക്കിക്കോളൂ. ഞാനിത് LDF UDF എന്ന നിലയിലൊന്നും കാണുന്നില്ല. UDF ഭരിക്കുന്ന സമയത്ത് 50% പോയ സമയം ഒത്തിരി ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. കാരണം ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ പറഞ്ഞ അതേ കണക്കിന്റെ സ്പിരിറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 80-85 ആയതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാര്യോവർ ഉൾപ്പെടെ 110 100 കൊടുക്കേണ്ടത് 110 എങ്ങനെ വരുന്നത്? പഴയത് കൂടെ കൊടുക്കാനാണ്. 110. അപ്പൊ അങ്ങനെ ഇല്ല. അതെന്തുകൊണ്ടാണ് പറയുന്നത് പ്ലാൻ ചെലവാക്കുന്നില്ല? പ്ലാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ 30,000-40,000 കോടിയുടെ ഭാഗമാണ്. ആകെ ചെലവാക്കുന്നത് 2 ലക്ഷം കോടിയാണ്. ആ 2 ലക്ഷം കോടിയിൽ പ്ലാൻ ഒരു ഭാഗമാണ്. അതിനകത്ത് പിന്നെ നമ്മുടെ കിഫ്ബി പോലുള്ളതൊന്നും വരുന്നുമില്ല. അതും വാസ്തവത്തിൽ പ്രാധികാരാകുന്നു. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് അങ്ങനെയല്ലേ പറയാൻ പറ്റും അവർക്ക്. അല്ലാതെ ഇത് ഏതാ വെൽഫെയർ പെൻഷൻ തൊട്ട് മുമ്പ് 6 മാസം മുമ്പ് അല്ലെങ്കിൽ നവംബർ മാസത്തിലാണല്ലോ അത് ചെയ്തത്. അതുകൊണ്ട് അതിനപ്പുറത്തെ സാധ്യത ഇപ്പൊ പരിശോധിക്കാനും പറ്റുന്ന സ്ഥിതി ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് അത് കൊടുത്തത്. അത് സാമാന്യം നല്ല ഒരു കാര്യമാണ്. അത് കൂടാതെ നമ്മൾ 1000 രൂപയുടെ കാര്യവും പിന്നെ മറ്റെല്ലാം നടത്തിയല്ലോ. മാനിഫെസ്റ്റോയിൽ നമ്മൾ പറഞ്ഞപ്പം ഉണ്ടായിരുന്ന സിറ്റുവേഷൻ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന 30,000-40,000 കോടി രൂപ കോമ്പൻസേഷൻ, പിന്നെ GST കോമ്പൻസേഷനും ഇതും എല്ലാം വെട്ടിക്കുറച്ചു. ബോറോയിങ് കുറച്ചു. ബോറോയിങ് മാത്രം 1.25 ലക്ഷം കോടിയാണ് വെട്ടിക്കുറച്ചു. 25,000 കോടി ഒരു വർഷം വെച്ച് കുറഞ്ഞു. മറ്റുള്ളതും 20,000-25,000 കോടി കുറഞ്ഞു. ആ ഒരു സിറ്റുവേഷനാണ്. നമ്മൾ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തണം എന്ന് വിചാരിക്കുന്നൊരു ഗവൺമെന്റാണ്. വെറുതെ ഒരു മാനിഫെസ്റ്റോ അല്ല. നമ്മൾ പണ്ട് ഒരു പ്രശസ്തനായ BJP നേതാവ് അല്ലെങ്കിൽ ഒരു മറ്റൊരു ദേശീയ പാർട്ടികളുടെ നേതാവ് വേറെ പാർട്ടികളും പറഞ്ഞു, മാനിഫെസ്റ്റോയ്ക്ക് ഇലക്ഷൻ കലിയനാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഞങ്ങൾ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് നടപ്പിലാക്കണം എന്നുള്ള തരത്തിലാണ്. പക്ഷെ ഈ മാനിഫെസ്റ്റോ മാത്രമല്ല, ഇപ്പം പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിനകത്ത് ഈ പണം ആകെ പകുതി വെട്ടിക്കുറയ്ക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട്. അതെല്ലാം ഞങ്ങൾ പ്രസിഡന്റ് മുന്നിൽ പറയാൻ പറ്റുന്നതല്ല. അവിടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ക്യാപിറ്റൽ അസറ്റ്സിനകത്ത് ഇതിനകത്ത് വരുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിനകത്ത് കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുമ്പം 39,000-40,000 കോടി വരും. ഈ വർഷം കുറച്ചുകൂടെ കൂടുതലുണ്ട്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഒരു കണക്ക് ഇതിനകത്തുണ്ട്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 30,961 കോടിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കിഫ്ബി അതുപോലെ നമ്മൾ കൊടുക്കുന്നതൊന്നും നമ്മൾ നേരിട്ട് ബഡ്ജറ്റിൽ നിന്നല്ല. LSTD നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ, 10,000 കോടി LSTD, 11,000 കോടി രൂപ LSTDയിൽ നേരെ കൊടുക്കുന്നുണ്ട് പ്ലാനിൽ മാത്രം. പിന്നെ അല്ലാതെ അവർക്ക് കൊടുക്കുന്ന ഒരു 10,000-12,000. ഇതിലൊരു രൂപ പോലും പ്ലാനല്ല, മൂലധനമല്ല. പക്ഷെ ഈ LSTD ചെയ്യുന്ന റോഡ്, ബിൽഡിങ്, പാലം ഒക്കെ കൺവേർട്ട് ചെയ്ത് വരും. അങ്ങനെയാണ് അതിന്റെ പിന്നെ കണക്ക്. അതുകൊണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ സംബന്ധിച്ച് കാൽക്കുലേഷനിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ 38,000 പറയുന്നത്. അതിന്റെ കണക്ക് വെച്ചിട്ട് ഏതാ അല്ല ഇപ്പൊ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിലും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ കിഫ്ബി എടുക്കുന്നതും പെൻഷൻ കമ്പനി എടുക്കുന്നതും അവർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയിട്ട് കുറയ്ക്കുന്നുണ്ട്. ഫലത്തിൽ കിട്ടുന്നത് അതോടെ കുറച്ചിട്ടാണ്. 2021 മുമ്പ് അല്ലെങ്കിൽ 22 മുമ്പ് അന്ന് കിഫ്ബി എടുത്ത 1 രൂപ പോലും, പെൻഷൻ കമ്പനി എടുത്ത 1 രൂപ പോലും നമ്മുടെ ബോറോയിങ് പെടുത്തിയിരുന്നില്ല. ഇപ്പോ ഇവർക്ക് കണക്കുണ്ടല്ലോ. ഇപ്പൊ സിയാൻഡേജിക്ക് കണക്കെടുക്കും. കിഫ്ബി ഓഡിറ്റ് വിധേയമാണ്. ഇപ്പൊ കിഫ്ബി 8,000 കോടി എടുത്തിട്ടുണ്ടെങ്കിൽ സിയാൻഡേജ് എന്ത് ചെയ്യും? നേരെ റിപ്പോർട്ട് കൊടുക്കുക, കിഫ്ബി എടുത്തിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുക. അപ്പൊ നമ്മളിത് കുറയ്ക്കും. എഫക്റ്റീവ്ലി നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതോട് കുറച്ചായിപ്പോ. ഞങ്ങൾ അതിനാ സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിലെ കേസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് മുന്നിൽ കിടക്കുന്നുണ്ട്, തീർന്നിട്ടുണ്ട്. നമുക്ക് പോണ്ടേ. ഈ മുനിസിപ്പൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമ്മുടെ ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് ബോറോയിങ്ങിന് ചില ലിമിറ്റ് ഉണ്ട്. മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും ഒക്കെ അവർ ഗവൺമെന്റ് തന്നെയാണല്ലോ, ലോക്കൽ ഗവൺമെന്റാണ്. ഇവർക്ക് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഫണ്ട് ലോൺ എടുക്കാം, അവർക്ക് സ്ഥലം മേടിക്കാം, ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ ഒരു വലിയൊരു പാർക്ക്, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അവർ ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് ആൾക്ക് കൊടുത്തിട്ട് അവർക്ക് പണം മേടിക്കാം. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ്യലായ പല പ്രൊജക്ടുകളും നമുക്ക് എടുക്കാം. ഇപ്പൊ തന്നെ ഈ ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ മാർക്കറ്റ് കിട്ടുന്നു. മാർക്കറ്റ് കിട്ടുന്നതിന് ഈ അർബൻ ഡെവലപ്മെന്റിന്റെ ചില കോർപ്പറേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് പണം എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ട്. ഈ മുനിസിപ്പൽ ബോണ്ട് എന്ന് പറയുമ്പം ഇവരുടെ ഈ മൊത്തത്തിൽ നെറ്റ്വർക്കും അവരുടെ വരുമാനമൊക്കെ കാണിച്ചിട്ട് മുനിസിപ്പൽ ബോണ്ട് ഇറക്കാനുള്ള പോർഷൻ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്, റിസർവ് ബാങ്കും ഒക്കെ അതിന് അംഗീകരിക്കുന്നു. അതനുസരിച്ചിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അവര് ഒരു 100 കോടി രൂപ റേസ് ചെയ്യുന്നു. അടുത്ത 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ കൊടുത്തു തീർക്കാൻ പറ്റുന്ന അസറ്റ് ഉണ്ടെന്ന് കാണിക്കുന്നു, എടുക്കുക. അതാണ് അതിന്റെ സിമ്പിളായ കാര്യം. പക്ഷേ ബാക്കി അതിന്റെ ധനപരമായ കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ വേറെ നോക്കണം. ഈ മുനിസിപ്പൽ ബോണ്ട് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒരു വർഷത്തെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തം വിടും. ഞാൻ രാജ്യസഭാ അംഗമായിരിക്കുമ്പം അന്ന് അവർ പറഞ്ഞ ഒരു വർഷം അവർക്ക് 10,000 കോടിയോ 12,000 കോടിയാണ് അവരുടെ ഒക്ട്രോയി മാത്രം. അവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം നിർമ്മിച്ചത് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഈ പൻവേൽ പാലം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു 8 കിലോമീറ്റർ ഏറ്റവും വലിയ അവർ തന്നെ ചെയ്തതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, കാരണം അവർക്ക് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു മോഡലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.